വളരെ വളരെ സന്തോഷകരമായ ആവേശോജ്ജലമായ സദസ് വേദി. അൽഹംദുലില്ലാഹ് 40 കൊല്ലത്തോളം ഈ മഹല്ലത്തിൽ മുദരിസായും പിന്നീട് ഖാദിയായും ഒക്കെ സേവനം ചെയ്യുന്ന അബ്ദുർ റസാഖ് മുസ്ലിയാർ ഹഫിളഹുല്ലാഹ് വറഅ പലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രഭാഷണം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വല്ലാതെ സന്തോഷിപ്പിച്ച പ്രഭാഷണം. ഇന്ന് സമൂഹം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അടുത്ത കാലം വരെയും മൾട്ടി കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇന്റർവ്യൂ ബോർഡ് വാച്ച് ചെയ്തിരുന്നത് IQ EQ ആണ്. ഇന്റലിജന്റ് കോഷന്റ്, ഇമോഷണൽ കോഷന്റ്, വൈകാരിക ശക്തി, ബുദ്ധിശക്തി. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് SQ, സ്പിരിച്വൽ കോഷന്റ്, സ്പിരിച്വാലിറ്റി, മൊറാലിറ്റി. മഹാനായ അബ്ദുർ റസാഖ് ഉസ്താദ് ഇബ്നു റളിയല്ലാഹു അൻഹുമാ തങ്ങളുടെയും ഇബ്നു സിരീന റഹിമഹുല്ലാഹു തആല തങ്ങളുടെയും ഇങ്ങനെ തുടങ്ങിയ ധാരാളം സംഭവം പറയുമ്പോൾ നടന്ന് എനിക്ക് ഓർമ്മ വന്നത് അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംഭവമാണല്ലോ, ടൈമാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കേൾക്കുമ്പോഴേക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് ഇന്ത്യ കണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനെന്ന് എല്ലാവരും വിശേഷിപ്പിച്ച ശേഷൻ മദ്രാസ് IIT കുട്ടികളോട് ക്ലാസ് എടുത്തൊരു ക്ലാസ്സാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആകുമ്പോൾ ഭാര്യയോടൊന്നിച്ച് തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിലൂടെ പോകുന്നു. എസ്കോർട്ട് ഉണ്ട്, പൈലറ്റ് വാഹനമുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ആ കാറ്റഗറിയിൽ വലിയ പോലീസ് അകമ്പടികളും ധാരാളം ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുഗ്രാമത്തിൽ പോകുമ്പോ ഒരു സ്ഥലത്ത് കുറെ കുരുവിക്കൂടുകൾ, എന്തോ ഒരു ഈണാക്കുകൾക്ക് അങ്ങനെ ഭാര്യക്ക് താല്പര്യം. 2-3 കൂട് കിട്ടിയ വീട്ടിൽ കൊണ്ടുപോയി വെക്കാമായിരുന്നു എന്ന് ഭാര്യ ശേഷനോട് പറഞ്ഞു. വല്ലപ്പോഴും വല്ലതും പറയുമ്പോൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റൂല്ലോ. എൺമാനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് 2-3 കൂട് പറിച്ച് വെക്കണം. അപ്പോൾ വളരെ വിവരത്തില ഗൺമാനത് കടിയില്ല. അപ്പോൾ ഒട്ടും അക്ഷരാഭ്യാസം ഇല്ലാത്ത, ഒന്നും അറിയാത്ത ഒരു പശുക്കളെ മേച്ചടക്കുന്ന ഒരു 10-15 വയസ്സായ ചങ്ങായി, ചെറുപ്പക്കാരൻ, ഓനെ വിളിച്ചിട്ട് പറഞ്ഞു 2-3 കുരുവിക്കൂട് കുറച്ച് 25 രൂപ തരാണ്, പറിച്ചു തരൂല. 50 രൂപ തരാണ്, പറിച്ചു തരൂല എന്ന് പറഞ്ഞു. ശേഷം കാറിൽ നിന്ന് ഇറങ്ങി, എനിക്ക് എത്ര വേണ്ടത് അത്രയും തരാന്ന്. ആ കുട്ടി 50,000 തന്നാലും തരൂല. ഗവൺമെന്റ് മറ്റൊക്കെ ചോദിച്ചു, പോലീസുകാരൊക്കെ ധാരാൻ കളറിയില്ലേ. നമ്മളെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ അവൻ വീണ്ടും ആര് പറഞ്ഞാലും ശരി ഞാൻ പറിച്ചു കൊടുക്കൂല. കാരണം ഞങ്ങൾക്കത് പറിച്ചു തന്നാൽ അതിൽ മുട്ടകളുണ്ടാവും, പക്ഷി കുഞ്ഞുങ്ങളുണ്ടാകും. അതിന്റെ തള്ളപ്പക്ഷി വന്നിട്ട് വൈകുന്നേരം കരച്ചിൽ കരയാനുണ്ട്. ആ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയൂല, എനിക്ക് കാണാൻ കഴിയില്ല, ഞാനത് ചെയ്യൂല. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് മദ്രാസ് IIT-കളോട്. ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ എന്തിനെ പഠിച്ചത്? എൻ്റെ കോട്ടും അല്ല, താൻ അടിഞ്ഞു പോയി. എൻ്റെ IAS ഒന്നുമല്ല, എൻ്റെ PG ഒന്നുമല്ല, എൻ്റെ ഡോക്ടറേറ്റ് ഒന്നുമല്ല. ഞാൻ ഇക്കാലം അത്രയും ഒരു വലിയ വാഹനാന്ന് കരുതി ആ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുട്ടിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതെയായിപ്പോയി. SLC ഫുള്ള് A+ ഇട്ടിരിക്കല്ലേ.
മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ ഹോൾഡേഴ്സ് അല്ലേ, എന്തൊരു സന്തോഷം വേണ്ടതാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി വല്ലാതെ വൈറലായി നിങ്ങൾ അറിഞ്ഞിരുന്നോ? ആകെ 2 A+ ആ കുട്ടി കിട്ടിയിട്ടുള്ളൂ. ആ വാപ്പ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ നെറുകയിൽ ചുംബിക്കുന്നു, എൻ്റെ മകനെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെക്കുന്നു. എൻ്റെ മകൻ എല്ലാ ദിവസവും അവനിക്ക് കിട്ടുന്ന അന്നത്തിൽ നിന്ന് ഒരു വിധം പൂച്ച കൊടുക്കാറുണ്ട്. അവൻ എല്ലാ ദിവസവും പക്ഷികൾക്ക് വെള്ളം കൊടുക്കാറുണ്ട്. അവൻ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റാൽ അവൻ്റെ ബെഡുകൾ ശരിയാക്കി, വിരിപ്പുകൾ ശരിയാക്കി, മുറ്റടിച്ചു വാരി പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാറുണ്ട്. അവനക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് അവൻ പരമദരിദ്രരായ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് A+ കൊടുക്കാൻ പാടില്ല. ഇന്ന് മഅദിൻ അക്കാദമിയിൽ IAS സിവിൽ സർവീസ് കോച്ചിങ് കൊടുത്തിരുന്നു. 2 സിവിൽ സർവീസ് നേടിയ IAS-കാരാണ് കോച്ചിങ് കൊടുത്തത്. അവരോട് ഞാൻ സംസാരിച്ചു, ഈ പരീക്ഷ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടത്തെ ഫുൾ A+ കിട്ടിയാൽ അവർ പേരെഴുതാൻ അറിയാത്ത എത്ര പേരുണ്ട്? ശരിയാണ്. ഒന്നുകൂടി ചോദിച്ചു, ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ കയ്യിൽ കൊടുത്താൽ അവർക്ക് പാസ് മാർക്ക് കിട്ടുമോ? ശരിയാ. ഇന്ന് എന്നോട് മഅദിൻ അക്കാദമിയിൽ നടന്ന IAS കോച്ചിങ് സെന്ററിലെ 2 പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥർ എന്നോട് ഇന്ന് പറഞ്ഞ വാക്കാണ്. ഇവിടെയാണ് ദർസിൽ പഠിപ്പിക്കുന്നത്. മഹാൻ അബ്ദുൾ റസാഖ് ഉസ്താദ് പറഞ്ഞ പോലെ ജീവിതമാണ്, മനുഷ്യത്വമാണ്. ആദ്യം ഓതി കേൾപ്പിച്ച ഹദീത്ത് ഏതൊരു ശിഷ്യനും ഉസ്താദും ആദ്യം കേൾക്കേണ്ടത് അർവാഹിമൂന യർഹമുഹുർ റഹ്മാൻ തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും. അതുകൊണ്ടാണ് ആദ്യം ആ ഹദീസ് ഇവിടുന്ന് ഓതിയത്. ഇർഹമു അർവാഹിമൂന യർഹമുഹുർ റഹ്മാൻ. ജാതി മത ഭേദവർഗമന്യേ ഒരു വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാരോടും സ്നേഹവും കരുണയും അങ്ങനെ ചെയ്യുന്നവർ യർഹമുഹുർ റഹ്മാൻ തബാറക വതആല, അല്ലാഹു അവനെ കരുണ ചെയ്യും. ഇർഹമു മൻ ഫിൽ അർളി. ഭൂമിയിലുള്ള സർവ വസ്തുക്കളോടും മനുഷ്യരെ എല്ലാ വിഭാഗം ആളുകളോടും. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കപ്പല് താഴ്ന്നു പോകാൻ പോകുന്നു, അപ്പൊ മുസ്ലിമിന് വേണ്ടി ഒരു കാഫിറിനെ അവിടെ ഒന്നും അത് പാടില്ല. എല്ലാവരെയും കരുണ ചെയ്യുക. എന്നാലോ യർഹമുക്കും അല്ലെങ്കിൽ യർഹംക്കും 2 റിവായത്തുണ്ട്, ജിസ്മ കൊണ്ടുണ്ട്, റഫ് കൊണ്ടുണ്ട്. ആകാശഭൂമികൾ പരിപാലിക്കുന്ന റഹ്മായ റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ അൽഹംദുലില്ലാഹി അൽ ഫത്താഹി അൽ ജവാദ് അൽ മുഈനി അല തഫഖുഹി ഫിദ്ദീനി മൻ ഇഖ്താറഹു മിനൽ ഇബാദ് വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ് വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സാഹിബുൽ മഖാമിൽ മഹ്മൂദ് സ്വല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ അംജാദ് സ്വലാത്തൻ
وسلاما أفوز بهما يوم المعاد.